അവിടെ എന്താ പറ്റിയെന്ന് പറ. എന്താ പുറത്ത് ആരാ വന്നെന്ന് പറ. പറ. നീ എന്തെങ്കിലും കണ്ട് ഭയന്നോ? വാ ചേച്ചി നമുക്ക് നോക്കാം. എന്തൊക്കെയാ നീ പറയുന്നേ? നിനക്ക് എന്താ വട്ടായോ? ഈ ത്രിസന്ധിക്കല്ലേ വീട്ടുമുറ്റത്ത് പ്രേതം വരുന്നത്? ഞാൻ പോയി നോക്കാം. കരയല്ലേ? എനിക്ക് പേടി ചേച്ചി. ഞാൻ കണ്ടതാ, ശരിക്കും കണ്ടതാ. അവനോ? ആദ്യം പ്രേതം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അവനായോ? ഏതവനാ ചേച്ചി കണ്ടത്? മരിച്ചുപോയ ആരെങ്കിലും ആണോ? അതെ അതെ, അവൻ മരിച്ചില്ലേ, നന്ദു. അതോടെ അവന്റെ ശല്യം തീർന്നു വിചാരിച്ചതാ. ഇപ്പൊ പ്രേതമായിട്ട് വീണ്ടും. മോളെ, അതൊക്കെ നിന്റെ തോന്നലാ. ദയേ, ഈ തറവാട്ടില് പ്രേതം പിശാചും ഒന്നുമില്ല. അതൊക്കെ ആ തമ്പായി നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതാ. അല്ല, പേടിയുള്ളവർ സന്ധ്യ കഴിഞ്ഞാൽ അകത്ത് അടങ്ങിയിരിക്കണം. നിന്നോട് പറഞ്ഞല്ലേ രാത്രി തനിച്ച് പുറത്തിറങ്ങരുതെന്ന്? അത് കേട്ടത് കൊണ്ട് കൂടിയാവും ഇരുട്ടത്ത് നിഴൽ അനങ്ങുന്ന കണ്ട് ചേച്ചിക്ക് പ്രേതമാണെന്ന് തോന്നിയത്. നിഴലെങ്ങനെ അവന്റെ മുഖം ഉണ്ടാവും മഞ്ചാടി? അയ്യോ, ഞാൻ ശരിക്കും അവനെ കണ്ടതാ. എന്നെ ഒന്ന് വിശ്വസിക്കാണ് ചേച്ചി, എന്നെ ഒന്ന് വിശ്വസിക്ക്. ഇത് അവൻ തന്നെയാ. എന്റെ പെട്ടി നമ്മൾ ചേച്ചി ഒരു ഫോട്ടോ എടുത്ത് കാണിച്ചില്ലേ? അതുകൊണ്ട് കൂടി എനിക്ക് പെട്ടെന്ന് അവനെ തിരിച്ചറിയാൻ പറ്റി. അതേ മുഖം. പേടിക്കല്ലേ? എന്റെ മോളെ, എന്താ ഇത്? വാതിലിൽ മുട്ടി വിളിക്കല്ലേ? എന്താ ഇവിടെ നടക്കുന്നത്? ഈ നിലവിളക്കാരാണ് തട്ടിമറിച്ചത്. ഞാനിത് കണ്ടില്ലെങ്കിൽ ഈ തറവാട് തന്നെ കത്തി ചാമ്പലാകുമായിരുന്നല്ലോ. ക്ഷമിക്കണം, ദയ എന്തോ കണ്ട് പേടിച്ച് അകത്തേക്ക് ഓടിക്കേറിയപ്പോ തട്ടി വീണതാവും. കണ്ണുകളിൽ പ്രേതഭയമാണല്ലോ കാണുന്നത്. എന്താ കുട്ടി കണ്ടത്? ആത്മാവിന്റെ സാന്നിധ്യം അറിയിക്കുന്ന നിഴലോ, വെളിച്ചമോ, ചലനമോ? അല്ല, ഞാൻ അവനെ ശരിക്കും കണ്ടു. എന്റെ മുൻപിലേക്ക് ശരിക്കും നടന്നു വരികയായിരുന്നു അവൻ. കല്യാശ്ശേരി തറവാട്ടിൽ അങ്ങനെയൊരു ദുരാത്മാവില്ല. ഗതി കിട്ടാതെ അലഞ്ഞു തിരിഞ്ഞെത്തിയതാവണം. ആളിനെ കുട്ടിക്കറിയാമല്ലോ. അറിയാം. സൂക്ഷിക്കണം. പകയടങ്ങാതെ ഭൂമി വിട്ടു പോയവനാണെങ്കിൽ പക തീർത്തിട്ടേ പോകൂ. പേടിക്കണ്ട.
പേടിക്കണ്ട. തമ്പായുടെ സാന്നിധ്യം അവൻ അറിഞ്ഞു കാണണം. ഇനി ശല്യമൊന്നും ഉണ്ടാവില്ല. ഉത്തരവാദിത്തപ്പെട്ടവർ ആരെങ്കിലും രാവിലെ കാവിലേക്ക് വന്നാൽ പ്രതിവിധി പറഞ്ഞു തരാം. കല്യാശ്ശേരി തറവാട്ടിൽ ആർക്കും അനർത്ഥം സംഭവിക്കാതിരിക്കേണ്ടത് തമ്പായിയുടെ കൂടെ ആവശ്യമാണല്ലോ. ഈ അമ്മയ്ക്ക് ഇന്ന് തന്നെ അവിടെ പോകേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. ആവശ്യമില്ലാത്ത വാശി അമ്മയ്ക്ക്. ഭാനുമ്മയും കൂട്ടി പോവാനായിരുന്നു പ്ലാൻ. ഭാനുമ്മയ്ക്ക് വയ്യെന്ന് പറഞ്ഞപ്പോ എല്ലാം താൻ ഒറ്റയ്ക്ക് ചെയ്യാന്നുള്ള വാശിയില് ഒറ്റ പോക്കായിരുന്നു. ഇത്രയും ദൂരം ഭാനുമ്മയും കൂട്ടി പോയാ അമ്മ കൂടുതൽ ബുദ്ധിമുട്ടല്ലേ ഉള്ളൂ. ഒറ്റയ്ക്ക് പോയത് അതിലും റിസ്ക് അല്ല ഏട്ടാ. ഇപ്പൊ തന്നെ നേരം എത്രയേ? അമ്മയെ ഫോണിലും കിട്ടുന്നില്ല. ഏട്ടനൊന്ന് സച്ചി സാറിനെ വിളിച്ചോക്ക്. അവിടെ നിന്ന് എപ്പോഴാ തിരിച്ചെന്നെങ്കിലും അറിയാലോ. വെല്ലുണ്ട്. ആ ഏട്ടാ, ചിലപ്പോ അമ്മയായിരിക്കും. അമ്മ സുധനങ്ങളുടെയും കൂട്ടിയാണോ സച്ചി സാറിന്റെ വീട്ടിൽ പോയത്? ആ അതെ. ഒരു വലിയ കാര്യം സംസാരിക്കാനേ ഒറ്റയ്ക്ക് പോകുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് സുധനെ ഒപ്പം കൂട്ടി. ഒന്നുമില്ലെങ്കിലും ഞങ്ങൾ അടുത്ത ബന്ധുക്കളല്ലേ. ഇന്ദ്രനും സോനയും എന്നെ തീരെ പ്രതീക്ഷിച്ചില്ലല്ലേ? സുധനങ്കളിന് ആരോടും സ്ഥായിയായ വെറുപ്പോ ദേഷ്യമൊന്നും ഇല്ല മക്കളെ. പ്രത്യേകിച്ച് ഈ കുടുംബമായി എനിക്കും എൻ്റെ മക്കൾക്കും അകലാൻ പറ്റുമോ? എല്ലാം കൈവിട്ട് ഞാൻ ഈ നാട്ടിൽ വന്നപ്പോ എന്നെ എൻ്റെ മക്കളെയും കൈയേറ്റത് ഈ സുശീലയും മക്കളും അല്ലേ. അതൊക്കെ എനിക്ക് മറക്കാൻ പറ്റുമോ?